നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സ്വന്തം തടി രക്ഷിക്കണമെങ്കിൽ ചില ഗിമിക്കുകൾ കാണിച്ചേ മതിയാവുകയുള്ളൂ എന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വളരെയധികം ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്പീക്കർ ഓം ബിർളയെ മാറ്റുന്നത് ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ മന്ത്രിസഭയിൽ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനുവേണ്ടിയുള്ള അടിയന്തര യോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേരുകയാണ്. പ്രധാനമായും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും ഇന്ത്യ മുന്നണിയും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും ഈ രാജ്യത്തെ വിദേശകാര്യ തീരുമാനങ്ങളെക്കുറിച്ചും കൃത്യമായി ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നത് ഒരു രീതിയിലും സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് ഭൂഷണമല്ല എന്ന് മോദിക്ക് നന്നായി വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമായും BJP നേതൃത്വത്തെ പോലും അറിയിക്കാതെ ഏകാധിപത്യ രീതിയിൽ തന്നെയായിരിക്കും എടുക്കുക. കാരണം BJPക്കകത്ത് ഒരു ജനാധിപത്യ മാർഗമൊന്നുമില്ല. ഇപ്പോൾ ദേശീയ അധ്യക്ഷനാക്കി നിതിൻ നബീൻ എന്ന വ്യക്തിയെ വെച്ചിരിക്കുന്നത് വെറും കളിപ്പാവയെ പോലെയാണ്, ഒരു റബ്ബർ സ്റ്റാമ്പിലെ പോലെ വെച്ചിരിക്കുകയാണ്. പണ്ട് നിതിൻ ഗഡ്കരി ഇരുന്നത് പോലെയോ, രാജ്നാഥ് സിംഗ് ഇരുന്നത് പോലെയോ, മുരളി മനോഹർ ജോഷി ഇരുന്നത് പോലെയോ, ലാൽ കൃഷ്ണ അദ്വാനി ഇരുന്നത് പോലെയോ ശക്തരായ BJP അധ്യക്ഷന്മാരായി ഇനി ഒരാളെയും കൊണ്ടുവരാതിരിക്കാൻ, പ്രത്യേകിച്ചും നരേന്ദ്രമോദി അമിത്ഷാ ഭരണ കാലഘട്ടത്തിൽ ഒരിക്കലും കൊണ്ടുവരാതിരിക്കാനുള്ള പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. JP നദ്ദയെ പോലും അതിൻ്റെ പേരിലാണ് മാറ്റി നരേന്ദ്രമോദി തൻ്റെ ക്യാബിനറ്റിലെ മന്ത്രിയാക്കി സ്ഥിരപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പല ഒത്തുകളികളും നടക്കുന്നുണ്ട്. കോർപ്പറേറ്റ് മേഖലയ്ക്ക് മുഴുവനായി തീറെഴുതി കൊടുക്കുന്ന നിർമ്മലാ സീതാരാമൻ്റെ സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുന്നുണ്ട്. അത് മാത്രമല്ല, സെബിയുടെ ഫങ്ഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംശയം. നേരത്തെ തന്നെ റിസർവ് ബാങ്ക് ഗവർണറായ സഞ്ജയ് മൽഹോത്ര പല കുറി അത് സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നതും നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ രാജ്യത്ത് ഈ തരത്തിലുള്ള സാമ്പത്തിക അസ്ഥിരത ഉണ്ടാവുമ്പോൾ കോർപ്പറേറ്റുകൾക്ക്, പ്രത്യേകിച്ചും ഏറ്റവും മുന്തിയ കോർപ്പറേറ്റുകൾക്ക് യാതൊരു രീതിയിലുള്ള ബാധ്യതയോ അവർക്ക് നികുതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ സാങ്കേതിക തകരാറോ വരുന്നില്ല. എന്നാൽ ഡോക്ടർ റോയിയെ പോലുള്ള ഇടത്തരം ബിസിനസ്സുകാർ തകർന്നടിയുന്നതിൻ്റെ, അല്ലെങ്കിൽ അവരെയൊക്കെ കുത്തുവാളയെടുപ്പിക്കുന്നതിൻ്റെ കാഴ്ചയാണ് കാണുന്നത്. പലരെയും ഭീഷണിപ്പെടുത്തുന്നു, പലരെയും കേന്ദ്ര സർക്കാർ നികുതിയുടെ പേരിൽ കൊല്ലാക്കൊല ചെയ്യുകയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ അടിസ്ഥാന വിവരങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ വരുന്നത്. എന്തിനധികം പറയുന്നു, ഇത്രയും നാളും BJP നേതൃത്വത്തിന് വേണ്ടി കുഴലൂതിയ അർണബ് ഗോസ്വാമി പെട്ടെന്ന് എങ്ങനെയാണ് ടേൺ എടുത്ത് BJP നേതൃത്വത്തിനെതിരെയും നിരവധിയായ ഹരിയാനയിൽ ഉൾപ്പെടെ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള BJP സർക്കാരുകളെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, BJPയുടെ ഈ പോക്ക് അധിക നാൾ സുഭദ്രമായി മുന്നോട്ട് പോവുകയില്ല.